നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഉപരിപ്ലവമായ കാഴ്ചയാണ്, അഥവാ സൂപ്പർഫിഷ്യൽ വ്യൂ ആണ്. ഇത്തരം കാഴ്ചകളുടെ പ്രത്യേകം നമുക്കറിയാം, അവയ്ക്കൊരു ആഴമുണ്ടാവില്ല. പുറമേ ഉള്ളവയെ മാത്രം കാണുന്ന കാഴ്ച, സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണത്. ദൈവിക അനുകമ്പ കൂടിയാണ് ഈ ഉപമയിൽ വെളിപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ ഇത് മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും അനുകമ്പയോടെയും തുടരേണ്ടുന്നതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുന്നതാണെന്നും പറയുകയുണ്ടായി. നമ്മെ കണ്ടിട്ട് കടന്നു പോവാതെ ഹൃദയപൂർവ്വം വികാരത്തിന്റെയും അനുകമ്പയുടെയും അകമ്പടിയോടെ നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നവരാണ് ദൈവമെന്നും പാപ്പ പറഞ്ഞു. മനുഷ്യരാശി തിന്മ നിറഞ്ഞതും മരണത്തിന്റെ ഭയം വിതയ്ക്കുന്നതുമായ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ദൈവം അനുകമ്പയോടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതും സ്നേഹത്തിന്റെയും കരുണയുടെയും എണ്ണ കൊണ്ട് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ മനസ്സ് കാണിച്ചതും പാപ്പ സന്ദേശത്തിൽ വിവരിച്ചു. അതുപോലെ നമ്മോടുള്ള പിതാവിന്റെ അനുകമ്പയാണ് യേശു എന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും പാപ്പ എടുത്തു പറഞ്ഞു. ക്രിസ്തു കരുണയുള്ള ഒരു ദൈവത്തിന്റെ പ്രകടനമാണ്. ഒരുവൻ ക്രിസ്തുവിന്റെ അനുയായിയാവുക എന്നതിനർത്ഥം അവനെ പോലെ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കുക എന്നതാണെന്ന് പാപ്പ പറയുകയുണ്ടായി. നല്ല സമരിയാക്കാരൻ എന്ന നിലയിൽ ദൈവം നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ നാം കണ്ടെത്തുകയാണെങ്കിൽ നാമും അതേ വിധത്തിൽ സ്നേഹിക്കാൻ പ്രേരിതരാവുകയും അനുകമ്പയുള്ളവരായി തീരുകയും ചെയ്യുമെന്നും ഇതാണ് സ്നേഹത്തിന്റെ വിപ്ലവമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അപരിചിതനായ സമരിയാക്കാരൻ തന്നെ ഒരു അയൽക്കാരനാക്കിയതുപോലെ എന്റെ ആന്തരിക അവസ്ഥയിൽ നിന്നും ആരംഭിച്ച് ഞാനൊരു അയൽക്കാരനാവാൻ പഠിക്കണമെന്നും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുന്നിൽ സ്വയം അസ്വസ്ഥനാകാൻ മനസ്സ് തുറന്നിരിക്കുന്ന ഒരു വ്യക്തിയാകണമെന്നുമുള്ള ബെനഡിക്ട് 16 പാപ്പയുടെ വാക്കുകളും പരിശുദ്ധ പിതാവ് അടിവരയിട്ടു. മാർപ്പാപ്പ പങ്കുവെച്ച ഈ വിപ്ലവം, സ്നേഹത്തിന്റെ വിപ്ലവം, ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകം എത്ര സമാധാനപൂർണ്ണമാകുമായിരുന്നു. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ത് വിശ്വാസവുമായിക്കൊള്ളട്ടെ, പക്ഷേ സ്നേഹം എന്ന വിപ്ലവം ഉണ്ടെങ്കിലേ മനുഷ്യൻ എന്ന അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ, അവരെ ഹൃദയം കൊണ്ട് നോക്കാനാവുകയുള്ളൂ. നമ്മുടെ നോട്ടങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ നിന്നായാൽ സ്നേഹത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്കും സാധിക്കും. നല്ല അയൽക്കാരനാകാൻ നമുക്കും കഴിയും. അതിന് കഴിയട്ടെ.